വാർത്തകളിലേക്കാണ്. കണ്ണൂർ പയ്യന്നൂരിലെ CPM വിമതൻ കുഞ്ഞികൃഷ്ണന്റെ അനുയായിയുടെ വണ്ടി കത്തിച്ച സംഭവത്തിൽ 2 പ്രാദേശിക CPM പ്രവർത്തകർ അറസ്റ്റിൽ. ടി പുരുഷോത്തമന്റെ വാഹനം കത്തിക്കുകയും വീട് ആക്രമിക്കുകയും ചെയ്ത കേസിൽ സുധീഷ്, അജയ് കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, അവിടെ പയ്യന്നൂരിൽ ഈ CPM ആകെ മൊത്തത്തിൽ അസഹിഷ്ണുതയിലാണ്. എന്തായാലും ഈ പുതിയ അറസ്റ്റ് അത് എങ്ങനെ നോക്കിക്കാണുന്നു നേതൃത്വം? അശ്വതി, കഴിഞ്ഞ ദിവസം തന്നെ ഈ പയ്യന്നൂരിലൊരു സമാധാന യോഗവും സർവകക്ഷി യോഗവും ചേർന്നിരുന്നു. ആ യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ഈ അക്രമ സംഭവങ്ങളിലെ പ്രതികളെ പോലീസ് എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ളതായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ടി പുരുഷോത്തമന്റെ വാഹനം കത്തിച്ച കേസിൽ 2 പ്രാദേശിക CPMുകാർ അറസ്റ്റിലായിരിക്കുന്നത്. സുധീഷ്, അജയ് കൃഷ്ണ എന്നീ CPM പ്രവർത്തകരെയാണ് പോലീസ് പിടികൂടിയത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പ്രദേശത്ത് വ്യാപകമായി അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമം CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവിടെ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലികളുടെ വീടുകൾ ആക്രമിക്കപ്പെടുന്നു, വാഹനങ്ങൾ ആക്രമിക്കപ്പെടുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥലത്ത് ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു അവസ്ഥയൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു സർവകക്ഷി യോഗം നടക്കുകയും അതിൽ നടപടി വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. അതിൽ വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനിയും നിരവധി അക്രമ കേസുകളിൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി പ്രതികളെ പിടികൂടാനുള്ള നീക്കത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ശരി, തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമായ സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. പയ്യന്നൂർ എന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലമായി മാറുന്നു, പ്രത്യേകിച്ച് ഈ CPM കാടത്തം മൂലം.